ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് മലേഷ്യയിലെ അവസാനമായി ഒരു സ്ത്രീയെ തൂക്കിലേറ്റിട്ടുണ്ടെങ്കിൽ മോന ഫിൻ ട്രിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ്. അവർ താമസിച്ചിരുന്ന വീട് പോലും നിരോധിക്കപ്പെട്ട സ്ഥലമായി മാറ്റിയിട്ടുമുണ്ട് ഈ മലേഷ്യയിൽ. അവളുടെ പേര് പറയുമ്പോൾ ഇപ്പോഴും അവരുടെ ജനങ്ങൾ ഭയത്തോടെ മാത്രമേ അവരുടെ പേര് പറയുള്ളൂ. അങ്ങനെ ഇത്രയും അവിടുത്തെ ജനങ്ങൾ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്നും അവൾ ആരായിരുന്നു എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ചാനൽ SL Diaries. 1950 വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാണ് മോന ഫിൻ ട്രിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചത്. അവൾക്ക് ചെറുപ്പകാലത്ത് മുതൽ തന്നെ അവൾ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ സമ്പന്നയായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് കാണിക്കാനും അവൾ മറ്റുള്ളവരെ പോലെ എല്ലാ താനും വ്യത്യസ്തയാണെന്ന് കാണിക്കാനും എപ്പോഴും മറ്റുള്ളവരുടെ അട്രാക്ഷൻ ലഭിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നു ഈ മോന ഫിൻ ട്രിൻ എന്ന് പറയുന്നത്. ചെറുപ്പകാലത്ത് തന്നെ അവൾക്ക് പാട്ട് പാടാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അവൾ വളരും തോറും ആ കഴിവിനെയും വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അവളുടെ 20ാമത്തെ വയസ്സിൽ അവൾ ആദ്യമായി ഒരു ഗാനം പാടുകയും അത് കുറച്ച് റീച്ച് ആവുകയും ചെയ്തു. എന്നാൽ അതേ തുടർന്ന് അവൾ അടുത്ത ഒരു 3-4 പാട്ടുകളും കൂടി പാടിയെങ്കിലും അത് ആ നാട്ടിൽ റീച്ച് ആവാതെ ആവുകയും ചെയ്തു. അവൾ ആഗ്രഹിക്കുന്ന അത്ര അവൾക്ക് ആ നാട്ടിൽ ഫേമസ് ആവാൻ സാധിച്ചില്ല. അങ്ങനെ പോകുമ്പോഴാണ് അവളൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ആ വ്യക്തിയുമായി പ്രണയത്തിലാവുകയും ചെയ്തു. അവർ കല്യാണം കഴിഞ്ഞ്. പക്ഷേ അവർ കല്യാണം കഴിഞ്ഞ ശേഷം ഇവൾ ഇതേപോലെ പിന്നെയും കുറച്ച് പാട്ടുകൾ പാടിയെങ്കിലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രശസ്തിയിലേക്ക് അവളെ കൊണ്ടുപോകാൻ അതിന് സാധിച്ചില്ല. അങ്ങനെ കണ്ടപ്പോഴാണ് അവൾ ഭർത്താവ് അവൾക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യാൻ അവൻ തീരുമാനിക്കുകയും അവൻ സമ്പാദിച്ചതിൽ 3/4 ഭാഗവും അവളെ പ്രൊമോഷന് വേണ്ടി ചെലവാക്കാൻ അവൻ തീരുമാനിച്ചു. പക്ഷെ അവസാനം എന്തു തന്നെ ചെയ്തിട്ടും അവൾക്ക് അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ച പോലെ ഉയരാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ജീവിതത്തിൽ ആദ്യമായി ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നൊരു വിഷയം അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ ഈ ബ്ലാക്ക് മാജിക്കിൽ അഡിക്റ്റ് ആവുകയും അവളും അവളുടെ ഭർത്താവും ഇത് പൂർണ്ണമായ കറക്റ്റായിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ അതുവരെ അവളുടെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം അവളുടെ സ്റ്റാർട്ടിങ് കാലം തൊട്ട് തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഈ ബ്ലാക്ക് മാജിക്കെല്ലാം പഠിച്ച ശേഷം അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും അകറ്റുകയും പുതിയ കുറച്ച് ബന്ധങ്ങളെ എടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പുതിയ കുറച്ച് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നല്ല ഹൈ ലെവൽ ആൾക്കാരായിരുന്നു. അതായത് മിനിസ്റ്റേഴ്സ് മുതൽ ഡോക്ടേഴ്സ്, ബിസിനസ്സേഴ്സ്, ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ, അങ്ങനെ വലിയ ലെവലുള്ള ആൾക്കാരുമായി അവൾ നല്ല അടുപ്പത്തിലാവുകയും ചെയ്തു. പക്ഷേ കണ്ണുമൂടി തുറക്കുന്ന സമയം കൊണ്ട് തന്നെ അവളുടെ ജീവിതം തന്നെ മാറി മറിയുകയും ചെയ്തു. അവൾ താമസിച്ചിരുന്ന വീടെല്ലാം മാറി. ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ വീട് അവൾ നിർമ്മിക്കുകയും അതോടൊപ്പം അവൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള വാഹനങ്ങൾ അവൾ വാങ്ങുകയും ചെയ്തു. ഇതേ തുടർന്ന് അവളൊരു സാധാരണ ഒരു ഷോപ്പിങ്ങിന് പോയാൽ പോലും ലക്ഷക്കണക്കിന് രൂപയാണ് അവൾ ഷോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവളുടെ മേലെ പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവളുടെ സെൽവാക്ക് കാരണം അല്ലെങ്കിൽ അവൾക്കുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് കാരണം അല്ലെങ്കിൽ അവർക്ക് ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ഇങ്ങനെ പോകുമ്പോഴാണ് അവൾ എങ്ങനെയാണ് ഇത്രയും പൈസ പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അവൾ ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ശത്രുക്കൾ, അതായത് ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു മുതലാളിക്ക് മറ്റൊരു ഹോട്ടൽ നടത്തുന്ന മുതലാളിയെ കാണാൻ എപ്പോഴും ശത്രുതയായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അവളുടെ കൂടെയുള്ള ഒരു ഹോട്ടൽ മാനേജർക്ക് വേണ്ടി അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലെ മുതലാളിക്ക് എതിരെ അവളൊരു ദുർമന്ത്രവാദം പ്രയോഗിക്കുകയും അതേ തുടർന്ന് ആ ഹോട്ടൽ പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്തു. പക്ഷെ അവൾ അതിനു വേണ്ടി വാങ്ങിയത് കോടിക്കണക്കിന് രൂപകളാണ്. ഇതേപോലെ അവൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഓരോ രീതിയിൽ അവരെ സഹായിക്കുകയും പല ദുർമന്ത്രവാദങ്ങളും ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി പല പൂജകളും ചെയ്ത് അവരെ എല്ലാവരെയും നല്ല ലെവലിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇതോടൊപ്പം തന്നെ അവൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കോടിക്കണക്കിന് രൂപകളാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവളുടെ ജീവിതത്തിൽ അവളെ തേടി ഒരു മിനിസ്റ്റർ വരികയും ആ മിനിസ്റ്റർക്ക് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ആ മിനിസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റിനെ എങ്ങനെയെങ്കിലും താഴ്ത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവളുടെ അടുത്ത മിനിസ്റ്റർ വരികയും
അത് ഏറ്റവും സീക്രട്ടായിട്ടുള്ള രീതിയിൽ വേറെ ആരും തന്നെ അറിയാത്ത രീതിയിലായിരിക്കണം പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ മിനിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 1 രൂപയാണ് ഇവൾ സ്വന്തമാക്കിയത്. പക്ഷേ ഈ വിഷയം ഈ മിനിസ്റ്റർക്കും അവൾക്കും അവളുടെ ഭർത്താവിനും പിന്നെ അവരെ സഹായിക്കാനുള്ള ഒരു സഹായിക്കും മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുക. അങ്ങനെ ഒരു ദിവസം ആ മിനിസ്റ്ററിൻ്റെ ബാങ്കിൽ നിന്ന് വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്ത് ഇവൾക്ക് കൈമാറുകയും ചെയ്തു. ഒരു ദിവസം നിശ്ചയിച്ച് കൊടുക്കുകയും പൂജയ്ക്ക് വരുമ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുകയും ആര് കാണാതെ, അതായത് രാത്രി സമയത്ത് ആര് കാണാതെ പുറകിൽ നോക്കാതെ അവളുടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയും ഇതെല്ലാം അനുസരിച്ച് വീട്ടിലേക്ക് പോയി. അവളുടെ വീട്ടിലെത്തിയപ്പോൾ ആ മിനിസ്റ്ററുടെ മുഴുവൻ ഡ്രസ്സും അഴിച്ച് പൂജയ്ക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പൂജക്കളത്തിൽ ആ മിനിസ്റ്ററെ കിടത്തി ആ മിനിസ്റ്ററിന്റെ കണ്ണുമൂടി കിടക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു വാളെടുത്ത് ആ മിനിസ്റ്ററുടെ കഴുത്തും ശരീരവും രണ്ടാക്കി മാറ്റി. എന്നിട്ട് ആ മിനിസ്റ്ററിന്റെ പല ശരീരഭാഗങ്ങളും വെട്ടിയെടുത്ത് അവർ അത് ഭക്ഷിക്കുകയും ചെയ്തു. മിനിസ്റ്ററിന്റെ കുറച്ച് ബോഡി എല്ലാം എടുത്ത് അവരുടെ വീട്ടിലെ ഒരു ഭാഗത്ത് കുഴിയെടുത്ത് അവിടെ അടക്കുകയും ചെയ്തു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം മിനിസ്റ്ററെ കാണാതാവുകയും ഇതേ തുടർന്ന് പോലീസും ഗവൺമെന്റും ഈ മിനിസ്റ്ററെ കുറിച്ച് കൂടുതലായി അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ മിനിസ്റ്റർ അല്ലെങ്കിൽ എവിടെ പോയെന്നോ ആർക്കും തന്നെ അറിയാത്ത കാരണം കൊണ്ട് തന്നെ ഇവളുടെ മേലെ ഒരു സംശയവും അവർക്ക് തോന്നിയില്ല. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ മിനിസ്റ്ററിന്റെ അക്കൗണ്ടിൽ നിന്ന് വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്തത് പോലീസ് കണ്ടുപിടിക്കുകയും ഈ പൈസ ആർക്കാണ് കൊടുത്തത് എന്ന് അറിയാൻ വേണ്ടി ഈ മിനിസ്റ്ററുടെ വഴിയിൽ മിനിസ്റ്ററിന്റെ കാർ പോകുന്ന എല്ലാ CCTV ക്യാമറകളും അവരെടുത്ത് പരിശോധിച്ചപ്പോൾ മിനിസ്റ്റർ അവസാനമായി പോയത് ഇവളുടെ വീട്ടിലേക്കാണെന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ വൈകാതെ തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയെങ്കിലും പക്ഷെ അവൾക്കെതിരെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവളുടെ ഭർത്താവിന്റെ സഹായിയായ ഒരാളെ പോലീസ് പിടികൂടുകയും അവനെ നന്നായി ചോദ്യം ചെയ്തപ്പോഴാണ് അവൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതോടൊപ്പം ഈ എല്ലാ കാര്യങ്ങളും പോലീസ് അറിഞ്ഞത്. ഇതേ തുടർന്ന് ഇവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലും അവൾ അവസാനമേ തൂക്കുകയറി ഏറ്റെടുക്കാൻ പോയപ്പോൾ പോലും നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടായിരുന്നു പോയതെന്നും ആ വഴിയിൽ കാണുന്ന എല്ലാവരെയും ചിരിച്ച് അവൾ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ അവൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥാനം അവളുടെ അവസാന നിമിഷമാണ് അവൾക്ക് ലഭിച്ചതെന്നാണ് അവൾ അവസാനമേ കണ്ടവർ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ.